ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ മന്തിയെല്ലാം കഴിച്ചതിന് ശേഷം അപ്പോൾ അൽത്താഫ് പറഞ്ഞു വീട്ടിൽ പോയിട്ട് പോകാം, നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിക്കാം. അങ്ങനെ നേരെ ചിന്നമ്മയുടെ വീട്ടിലോട്ട് പോയി. നിങ്ങൾക്കൊക്കെ ഉറക്കം വന്ന് പിടിച്ചിരിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. നമ്മൾ ഏതാണ്ട് 12 മണി ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് ഇവർ കരച്ചിലും ആ ഒരു ചെരുപ്പൊക്കെ ഊരാനൊരു മടിയും ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഐസൂട്ടൻ ആദ്യം കയറി, പിന്നെ ഐസൂട്ടൻ അങ്ങ് ആക്റ്റീവായി. പിന്നെ എല്ലാവർക്കും ഡോറും തുറന്നു കൊടുക്കലും ഒക്കെ ഉള്ള പരിപാടീസൊക്കെ ആയിരുന്നു. പിന്നെ പോയി നമ്മൾ ഇരുന്നതും വാ പെട്ടി പൊട്ടിക്കാം, പെട്ടി എടുക്കുക എന്നുള്ള ഒരു പറച്ചിലായി. പിന്നെ വേഗം തന്നെ പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ഫേമസ് ആയ മക്കാഡമിയ നട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. നാട്ടിലാരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ കാണിച്ചിങ്ങനെ കൊടുത്തു. പിന്നെ നമ്മുടെ മക്കിൻഡോഷ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ എറൈസറൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പണ്ട് നമ്മളിങ്ങനെ കിട്ടാനായിട്ട് കൊതിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ ഷേപ്പിലുള്ള കുറേ എറൈസറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഈ കാണിക്കുന്നത് ഹൽവയാണ്, ഒമാനി ഹൽവ. അതും ഫേമസ് ആണ്. എറൈസറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മെർമെയ്ഡിൻ്റെ ഷേപ്പിലുള്ള എറൈസർ ഉണ്ടായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിൻ്റെ ഇടയിൽ കൂടെ പോയി ചിന്നമ്മ കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നു. കട്ടൻ ചായ എന്ന് പറയുന്നത് പെട്ടി പൊട്ടിക്കുമ്പോഴും പെട്ടി കെട്ടുമ്പോഴും ഒക്കെ മസ്റ്റ് ആണല്ലോ. കൊച്ചത്തായിക്ക് വാച്ചൊക്കെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നു. പിന്നെ മറിയമിൻ്റെ ഫേമസ് ആയ ബോഡി ലോഷൻ ഒമാനിലൊക്കെ ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ എനിക്ക് തന്നെ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഐസൂട്ടനും എല്ലാ സാധനങ്ങളും അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് പശുമിഠായി ആയിരുന്നു. ആ ഒരു എന്താ പറയുന്നത് മിൽക്കിൻ്റെ ഒരു ടൈപ്പ് മിഠായി ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു പൊട്ടിക്ക് വാ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തത് ഒമാനി ഹൽവയാണ്. ഞാൻ കുവൈറ്റിൽ നിൽക്കുന്ന സമയം ഒമാനി നിൽക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട് അക്കാക്ക് എന്ത് വേണം ഞാൻ ഒമാനിയിൽ നിന്ന് കൊണ്ടുവരാൻ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട സാധനമാണ് ഒമാനി ഹൽവ. അപ്പോൾ അതുകൊണ്ട് ചിന്നമായും ബ്രോയും എല്ലാം പറഞ്ഞത് കഴിച്ചിട്ട് തന്നെ പോയാൽ മതിയെന്ന്. നമുക്ക് കിട്ടിയത് സാഫ്രോണിൻ്റെ ഫ്ലേവർ ആയിരുന്നു. നല്ലതായിരുന്നു. നമ്മുടെ നാട്ടിലെ ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമല്ല, ഒരു വെറൈറ്റിയാണ്. പുഡിങ് പോലെ കോരി കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.